കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കപ്പെട്ട വിവിധ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. 3.25 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് വിവിധ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. കായംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തി അവർക്ക് മൂവ്മെന്റ് ചലനം സാധ്യമാക്കുന്ന പീഡിയാട്രിക് ജി8 ആദ്യമായിട്ട് കേരളത്തിൽ നമ്മൾ ഇപ്പോൾ അതിന്റെ സേവനം കൊടുക്കാൻ പോകുന്നു. 1 വർഷം മുമ്പ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ആരെങ്കിലും നമ്മുടെ ഇടങ്ങളിൽ പൂർണ്ണമായിട്ട് കിടക്കണം. കായംകുളം എംഎൽഎ അഡ്വക്കേറ്റ് യു പ്രതിഭ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ജെ ആദർശ്, അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, ഡോക്ടർ ജമുന വർഗീസ്, ഡോക്ടർ കോശി പണിക്കർ, മായാദേവി, എസ് കേശുനാഥ്, പി എസ് സുൽഫിക്കർ, പി ഹരിലാൽ, സി എസ് ഭാഷ, കൃഷ്ണകുമാർ രാംദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ലേബർ റൂം, മോണിറ്ററി ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യ സ്റ്റാൻഡേർഡ് ആക്കുന്നതിനു വേണ്ടി NHMR വഴി 3.19 കോടി രൂപ വിനിയോഗിച്ച് നിലവിലുള്ള ക്വാഷ്വാലിറ്റി ബിൽഡിംഗിന് 2ാം നിലയിൽ പുതിയ ബ്ലോക്കും അതിൽ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, 20 പാസഞ്ചർ ബെഡ് ലിഫ്റ്റ്, വെയിറ്റിംഗ് ഏരിയ, രജിസ്ട്രേഷൻ, ഡോക്ടർ റൂം, ഡ്രൈജ്, പോസ്റ്റ് നെറ്റൽ വാർഡ്, ലേബർ റൂമുകൾ, നഴ്സ് സ്റ്റേഷൻ, SNCU സ്റ്റോർ, പോസ്റ്റ് OP, പ്രീ ഓപ്പറേറ്റീവ് റൂം, ടോയ്ലറ്റുകൾ, ഓട്ടോക്ലേവ്, MGPS ഗ്യാസ് മാനിഫോൾഡ് തുടങ്ങിയവയാണ് പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.